ഹായ്, ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വെണ്ടയ്ക്ക കൊണ്ട് ഒരു മസാല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനതിനായിട്ട് വെണ്ടയ്ക്ക നല്ലവണ്ണം കഴുകി അത് തുടച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാനിലേക്ക് എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം വെണ്ടയ്ക്ക ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് ഇപ്പോഴും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക അതിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കാത്തതിൻ്റെ കാരണം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ വെണ്ടയ്ക്ക പെട്ടെന്ന് മൂത്ത് കിട്ടത്തില്ല, അതിങ്ങനെ വെള്ളം പോലെ നിൽക്കും. അതുകൊണ്ട് മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്ത് ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുത്ത് കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിനുശേഷം കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത്, ഗരം മസാല ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയെല്ലാം പച്ചമണം മാറി കിട്ടുന്നവരെ അത് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് വെണ്ടയ്ക്ക വേകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇത് ഫ്രൈ ആകുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇനിയും ഇതിൻ്റെ മെയിൻ ചേരുവയായ കപ്പലണ്ടി പൊടിച്ചത്, കപ്പലണ്ടി ഞാനിവിടെ വറുത്ത് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്നു, അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുമ്പോഴാണ് ഈ വെണ്ടയ്ക്കായ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.